ഇന്ന് നേരിയ നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വിപണിയിൽ വിൽപ്പന തുടരുക തന്നെയാണ്. തുടർച്ചയായി അഞ്ചാമത്തെ ദിവസം ഇന്നലെ വിപണിയിൽ വലിയൊരു നഷ്ടത്തിൽ അവസാനിച്ചു. രണ്ടാം തര ചെറുകിട ഓഹരികളാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന പ്രകടമായിരുന്നത്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ കനത്ത വിൽപ്പന തുടരുന്നു. ഇന്നലെയും ഏതാണ്ട് 5000-ഓളം കോടി രൂപയുടെ വിൽപ്പനയാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരമാണെങ്കിൽ കൂടിയും നമ്മുടെ വിപണിയിൽ ഇപ്പോഴത്തെ ഈ വിൽപ്പനയിൽ പ്രധാനപ്പെട്ട കാരണം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടരുന്ന വിൽപ്പന തന്നെയാണ്. മാത്രമല്ല ചെറുകിട നിക്ഷേപകരും വിപണിയിൽ വലിയ തോതിൽ വിൽപ്പന നടത്തുന്നു. അതിന്റെ ഒരു പ്രതിഫലനമാണ് രണ്ടാം തര ചെറുകിട ഓഹരികളിൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു വിൽപ്പനയിൽ പ്രധാനപ്പെട്ട ഒരു കാരണം. എന്തായാലും വിപണിയെ ഇപ്പോൾ സ്വാധീനിക്കാൻ ആഭ്യന്തര ഘടകങ്ങളൊന്നും തന്നെയില്ല. പൊതു ബജറ്റ്, റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന യോഗം, കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ഇതെല്ലാം വിപണിയിൽ വന്നു കഴിഞ്ഞു. അതിനൊന്നും അനുകൂലമായി വിപണിയെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു രീതിയിൽ വിൽപ്പന തുടർന്നേക്കാമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിന് മറികടന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടാവണമെങ്കിൽ അതിന് അനുകൂലമായ തരത്തിൽ ഏതെങ്കിലും ഒരു ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വിപണിക്ക് പ്രോത്സാഹനകരമായ ഒരു തീരുമാനം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ ഇനി പെട്ടെന്നൊരു തിരിച്ചുകയറ്റത്തിന് സാധ്യതയുള്ളൂ. മറിച്ചാണെങ്കിൽ ഈ രീതിയിൽ ഏറ്റക്കുറച്ചിലോടുകൂടെ നേരിയ തോതിൽ ഏറിയും കുറഞ്ഞും വിപണി നീങ്ങാനാണ് സാധ്യത. സാങ്കേതികമായി 23,000 എന്ന നിലവാരം തന്നെയാണ് മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരത്തിന് താഴേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പല ദിവസങ്ങളിലും വ്യാപാരത്തിനിടെ എത്തിയിരുന്നു. ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത് ആ നിലവാരത്തിന് തൊട്ട് മുകളിലാണെങ്കിൽ കൂടിയും അതൊരു പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന നിലവാരം തന്നെയാണ്. അത് ഭേദിച്ച് താഴേക്ക് നീങ്ങി വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹ്രസ്വകാലത്തേക്ക് വിപണി വിൽപ്പന തുടരാൻ തന്നെയാണ് സാധ്യത. മറിച്ചാണെങ്കിൽ 23,500 എന്ന നിലവാരമായിരിക്കും മുൻനിര സൂചിക നിഫ്റ്റിക്ക് ഒരു പ്രതിരോധ നിലവാരമായി പ്രവർത്തിക്കുക. എന്തായാലും ഇന്നലത്തേതിനേക്കാൾ നേരിയ നേട്ടത്തിൽ ഇന്ന് വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ ഇന്നത്തെ വിപണിയുടെ നീക്കത്തിൽ നിർണായകമായിരിക്കും.